മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നമ്മുടെ കുട്ടികളുടെ ശുശ്രൂഷ 1 തുടങ്ങി 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ശുശ്രൂഷ നമ്മുടെ കോൺവെന്റിൽ നടക്കുന്നുണ്ട്. അവിടെ സിസ്റ്റർ മിനിഞ്ഞാന്ന് കുട്ടികളോട് ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു. നിങ്ങൾ മക്കളെ നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ സ്നേഹിക്കണ്ടേ? എല്ലാവരും അപ്പോൾ എങ്ങനെ സിസ്റ്റർ ചോദിച്ചാൽ കുട്ടികളോട് ചോദിക്കുക, ഏത് 6ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കുന്നത്? അവരെ ചാടി എന്നിട്ട് അതിലൊരുത്തം പറയാണ്, സിസ്റ്ററെ ഞങ്ങൾ ആരാധിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞും യേശുവിനെ സ്നേഹിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു പ്രതീക്ഷയാണ് നമ്മുടെ അടുത്തൊരു തലമുറയെ കുറിച്ചാച്ചാൽ വലിയൊരു പ്രതീക്ഷയാണ്. ഈ ചെറിയ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ പുറകില് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാടി പറയാണ്, രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ചേ. സന്തോഷത്തോടെ എല്ലാവരും സ്ക്രീനിലേക്ക് ഒന്ന് നോക്കി ഉറക്കെ ഒന്ന് വായിച്ച് നമുക്ക് ഒരുമിച്ച് വായിക്കാം. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ, കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. ശക്തി വെളിപ്പെടട്ടെ, നിമിഷം ശക്തി വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. നമുക്കായിട്ട് തെറ്റായ പ്രേമബന്ധത്തിൽ നിന്ന് 3 പേർക്ക് വിടുതൽ നൽകി കർത്താവ് ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. അതുപോലെ അങ്ങനെയുള്ള ഒരു മേഖലയിൽ കർത്താവ് വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം.
ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും പിതാവിന്റെയും പുത്രന്റെയും കംപ്ലീറ്റ് മാറിയെന്ന് മാത്രമല്ല, അവൾക്ക് ബ്ലഡ് കൗണ്ട് എല്ലാം ഭയങ്കര ഹൈ ആയിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പോയി എല്ലാ ബ്ലഡ് കൗണ്ട് നോക്കുമ്പോൾ എല്ലാം നോർമലായിട്ട് മാറിയിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, എല്ലാം നോർമലായിട്ട് മാറി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ ധ്യാനത്തിൽ ചെന്നപ്പോൾ അവൾ വന്നിട്ട് സാറ് പറയാം, അതിനേക്കാൾ വലിയ സാക്ഷിയാണ് എനിക്കുള്ളതെന്ന് അവൾ പറയുകയാണ്. അവളും അവളുടെ പപ്പയായിട്ട് മിണ്ടിയിട്ട് 1 വർഷമായിരുന്നു. കാരണം അവൾക്ക് അപ്പം ഇങ്ങനെ മാർക്കിനെ ഇഷ്ടം. അപ്പോൾ എനിക്കൊരു മാർക്ക് പറഞ്ഞ അപ്പനെ എൻ്റെ സ്നേഹമില്ലല്ലോ, അവൾക്കൊരു കുറവ്. പിന്നെ അവൾ 1 വർഷമായിട്ട് അപ്പനായിട്ട് അവൾ പറയുന്നത് ധ്യാനം കഴിഞ്ഞ് അവളോട് ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കാരഞ്ഞ് അവൾ പുതിയ അവൾ പറയാം ഏറ്റവും വലിയ അത്ഭുതമായെന്ന് പറഞ്ഞ സാക്ഷി ഒന്ന് കാണിക്കാം. റോജോയുടെ സാക്ഷി റെഡിയല്ലേ? നമുക്കൊരു പേര് റോജോ എന്നാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് അയോണ എന്നാണ്. ഞങ്ങളുടെ വീട് ആലപ്പുഴ കളരിക്കലാണ്, ഇടവക കാളാത്താണ്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ 3 മുഴകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് ഞങ്ങളോട് ഇങ്ങനെയാണ് പറയുന്നത്, കുട്ടിയുടെ ഈ മുഴയും വളരുകയാണ്. അപ്പൊ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. ചേട്ടാ ഇവിടെ പോയി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തീർച്ചയായും അങ്ങോട്ട് തന്നെ നേരെ പോകാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാതെ ആലപ്പുഴ ലിയോ തിയേറ്റർ ഗ്രൗണ്ടിൽ നടക്കുന്ന അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷനിൽ ആദ്യത്തെ ദിവസം പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 പേരും അച്ഛൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് 2 പേരും കൂടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് സ്തുതിച്ച് ആരാധിച്ചു. ആദ്യത്തെ ദിവസം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. 2ാമത്തെ ദിവസം ഞങ്ങൾ അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടായി നമുക്ക് ഏറ്റവും മുന്നിൽ പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് മുന്നിൽ പോകേണ്ട, പുറകിലിരുന്നാൽ മതി. അപ്പൊ അങ്ങനെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറയുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് എൻ്റെ ജീവിത പങ്കാളിയുടെ കരങ്ങളിലേക്ക് ഞാൻ കയറി പെട്ടെന്ന് അങ്ങ് പിടിച്ച ഉടനെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഞാൻ ചെയ്തപ്പോൾ ഓവറിയിൽ ഉണ്ടായിരുന്ന 3 മുഴകളും അപ്രത്യക്ഷമായിരിക്കും. ഇതിന്റെ റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് അതിനുശേഷം 4 പ്രാവശ്യം ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കി. 4 സ്കാനിങ്ങിലും മുഴ അപ്രത്യക്ഷമായിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ആദ്യത്തെ സ്കാനിങ്ങിൽ ഡോക്ടറെ ചെന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ആ റിപ്പോർട്ട് ഇതിനകത്തുണ്ട്. ആ എല്ലാ റിപ്പോർട്ടുകളും ഇവിടെ കൊണ്ടുവന്നിട്ട് സ്കാനിങ് റിപ്പോർട്ടുകൾ. ആദ്യത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതാണ്, ഒപ്പം തന്നെ 3 മുഴകളും ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അപകടമാണ്, എത്രയും പെട്ടെന്ന് അടുത്ത് നടപടി എടുക്കണമെന്ന് പറഞ്ഞു. ഇവര് അന്ന് പുറത്തേക്ക് വന്ന വരവ് മനസ്സ് ചത്ത പോലെയാണ് വരവ്. ഫ്രണ്ട് വന്നിരുത്തും. അതാണ് കൺവെൻഷന് കൂടുന്ന സമയത്ത് ശരിക്കും കൂടണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ യേശുവിൻ്റെ ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് ആരാധിക്കുകയാണ്. മരണത്തെ ജയിച്ചവനെ, ഉദ്ധാരം ചെയ്തവനെ,
അഭിഷേകിക്കപ്പെട്ട് ആത്മാവുകൊണ്ട് നിറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ ശുശ്രൂഷയെ എല്ലാ പരിശുദ്ധാത്മാക്കളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ രക്തം കൊണ്ട് ശിരസ് മുതൽ ഉള്ളംകാല് വരെ കഴുകപ്പെടട്ടെ. രോഗപീഠകളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ സൗന്ദര്യ രക്തം ഒഴുകി ഇറങ്ങട്ടെ. കർത്താവെ ശാപബന്ധനങ്ങൾ പിശാചുപദ്രങ്ങളെല്ലാം യേശുനാമത്തിൽ യേശു രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത അലർജി രോഗങ്ങൾ യേശുനാമത്തിൽ മാറട്ടെ. വിട്ടുമാറാത്ത രോഗപീഠകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യോഹന്നാൻ 1:7 യേശുവിന്റെ രക്തം നിന്നെ സകല പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. കർത്താവെ പാപങ്ങളിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് വിടുവിക്കണമേ. രക്തം കൊണ്ട് കഴുകണമേ. കർത്താവെ ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഒരു മിനിറ്റ് കണ്ണുകളടച്ച് നന്ദി പറഞ്ഞ ഈശോയ്ക്ക് ഓർത്ത് എനിക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ നമ്മൾ സാധിക്കുന്ന പോലെ ദൈവത്തിൻ്റെ കാര്യത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് സന്തോഷമായിട്ട് കൊടുക്കുക. നല്ല സന്തോഷമായിട്ട് ഒരു വട്ടാച്ചൻ പറയുകയാണ്, ഒരു സഹോദരൻ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വികാരച്ചൻ പിരിവിന് വന്നു. വികാരച്ചൻ പിരിവിന് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ പോക്കറ്റിൽ നോക്കി. അപ്പോൾ 100-ൻ്റെ നോട്ടും ഉണ്ട്, 500-ൻ്റെ നോട്ടും ഉണ്ട്. അപ്പോൾ വലിയ പൈസ ഒന്നും ഇല്ലാത്ത പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ ആദ്യം വിചാരിച്ച 100-ൻ്റെ നോട്ട് കൊടുക്കാം. അപ്പോൾ വിചാരിച്ചു അല്ല, ദൈവിക കാര്യങ്ങൾക്കല്ലേ 500 കൊടുത്തേക്കാം. കാരണം അദ്ദേഹം 100-ൻ്റെ നോട്ട് മാറ്റി 500-ൻ്റെ നോട്ട് സന്തോഷത്തോടെ എടുത്ത് കൊടുത്തു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു അമേരിക്കയിൽ. ആ സ്നേഹിതൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. ആ സ്നേഹിതൻ കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അന്ന് കുറച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് 100-ൻ്റെ ഒരു കെട്ട് നോട്ടും ഉണ്ട്, 500-ൻ്റെ ഒരു കെട്ട് നോട്ടും ഉണ്ട്. അപ്പോൾ ആദ്യം ഈ സ്നേഹിതൻ വിചാരിച്ചെന്നാൽ 100-ൻ്റെ ഒരു കെട്ട് നോട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വെച്ചെടുത്തു. പിന്നെ ആൾ വെച്ചാൽ അല്ല, അത് വേണ്ട, 500-ൻ്റെ ഒരു കെട്ട് നോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കെട്ട് നോട്ട് കൊടുത്തു. ഒട്ടാച്ചും ഉണ്ടായ സംഭവമാണ് പണ്ട്. അപ്പോൾ ഇയാൾ ഓർത്തു, വർഷങ്ങൾക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വികാരത്തിൽ പിരിവിന് വന്നു കഴിഞ്ഞപ്പോൾ 100 കൊടുക്കാമായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, 500 കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തു. കൊടുക്കുവിന് കിട്ടും അല്ലേ? വചനം കറക്റ്റാണ്. ലൂക്ക 6:38 വചനമുണ്ട്. വചനം എങ്ങനെയാണ്? ലൂക്ക 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് തരും. എന്നിട്ട് പറയാണ്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പ്രിയപ്പെട്ടവരെ, ബോണ്ട ഒട്ടാഴ്ചന് ഞാൻ സിഗുൻ അച്ഛൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ ഒരു പാവപ്പെട്ട ശുശ്രൂഷ ഒരു വീട് പണിയാണ്. അപ്പോൾ ജനിച്ചു വളർന്നെല്ലാം UK-ലാണ്. 3 വയസ്സുള്ള സമയത്ത് ഇംഗ്ലണ്ടിൽ പോയതാണ്. അവിടെയാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് മലയാളം മുഴുവൻ ഫ്ലുവൻ്റായിട്ട് കിട്ടത്തില്ലെങ്കിലും കുറച്ച് മലയാളം കുറച്ച് ഇംഗ്ലീഷ് കൂടെ മിക്സ് ചെയ്തിട്ട് ഷാളറ്റ് സംസാരിക്കും. ഒരു വർഷം ഷാളറ്റ് അട്ടപ്പാടി സെഹ്യോൻ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ മധ്യസ്ഥം വഹിക്കാനും കുട്ടികൾക്കുള്ള ശുശ്രൂഷയിൽ ഇടയ്ക്ക് ക്ലാസ് എടുക്കാനും ഒക്കെ വേണ്ടി വന്നിട്ട് ഡിഗ്രി എല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറേ ചെറുപ്പക്കാർ ഒരു വർഷത്തേക്ക് ഫുൾ ടൈം ഒരു വർഷത്തേക്ക് ഒരു ദൈവ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ വന്ന് അവിടെ താമസിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ കുറച്ച് പേരെ തന്നെ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു അവസരമുണ്ട്. പ്രാർത്ഥിക്കുക, മധ്യസ്ഥം വഹിക്കുക, വചനം പഠിക്കുക, ദിവ്യകാരുണ്യേശ്വര മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കുക. Praise the Lord. Hallelujah. So, അച്ഛൻ പറഞ്ഞ പോലെ my name is Charlotte. ഞങ്ങൾ 6 മക്കള്, ഞാൻ രണ്ടാമത്തത്. സോ എൻ്റെ വീട്ടിൽ അമ്മ, ചാച്ച, പിന്നെ എനിക്കൊരു മൂത്ത ചേച്ചിയുണ്ട്, പിന്നെ 4 അനിയന്മാര്. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു 4 മക്കള് വേണമെന്ന്. അപ്പം അമ്മയ്ക്ക് കൊതി 2 ഗേൾസ് പിന്നെ 2 ബോയ്സ്. അപ്പം അമ്മ പ്രാർത്ഥിച്ച് ഈശോയുടെ എനിക്ക് 2 ഗേൾസിന് വേണം. അങ്ങനെ ചേച്ചിയും ഞാനും വന്നു. പിന്നെ അമ്മയ്ക്ക് ഇനി 2 ബോയ്സ്, അപ്പം ഈക്വൽ ആവാൻ വേണ്ടി അങ്ങനെ 2 ഗേൾസ് 2 ബോയ്സ് അങ്ങനെ. പക്ഷെ അമ്മയ്ക്ക് ട്വിൻസ് വേണമെന്ന് ആഗ്രഹം, ട്വിൻസ്. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിൽ ട്വിൻസ് ഇല്ല. അപ്പം ഫാമിലി ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഹെറിറ്റേജ് വെച്ച് നോക്കുമ്പോൾ ട്വിൻസ് ഇല്ലെങ്കിൽ ഒരു ചാൻസിൽ ട്വിൻസ് ഉണ്ടാവാന്. പക്ഷെ അമ്മ സ്ട്രോങ് ആയിട്ട് ഇരുന്ന് ഷീ പ്രൈഡ്, വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 3 വർഷം അമ്മ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ ശരിക്കും ആദ്യമേ ഒറ്റയ്ക്കാണ് പ്രാർത്ഥിച്ചത്, ചാച്ച കൂടെ ഇല്ല. പക്ഷെ പിന്നെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് 3 വർഷം ഫാസ്റ്റിംഗ് എടുത്ത് അവർ പ്രാർത്ഥിച്ചു. The word of God says, Matthew 18:19-20,
മത്തായി 18:19-20. Again, truly I tell you, that if two of you on earth agree about anything they ask for, it will be done for them by my Father in heaven. For where 2 or 3 gather in my name, I will be with them. വചനം ഇംഗ്ലീഷ് മലയാളത്തിലൂടെ വായിച്ചോ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ 2 or 3 പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. Praise the Lord. അപ്പോൾ ഇതുപോലെ അമ്മയും ചാച്ച രണ്ടുപേരും ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ നോക്കിയപ്പം ബൈ ഗോഡ്സ് ഗ്രേസ് അത്ഭുതമായിട്ട് അമ്മയ്ക്ക് 2 ട്വിൻസ് ഉണ്ടായി. പിന്നെ അത് മാത്രമല്ല, ഷീ ഹാഡ് ട്വിൻ ബോയ്സ്. അതുപോലെ തന്നെ ദൈവം അമ്മയുടെ പ്രാർത്ഥനയായിട്ട് 2 ഗേൾസ് 2 ബോയ്സ് ട്വിൻസ് കൊടുത്തു. അങ്ങനെ അപ്പം അമ്മയ്ക്ക് അമ്മയുടെ ആഗ്രഹം പോലെ നടന്നു. 2 ഗേൾസ് 2 ബോയ്സ് അങ്ങനെ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ അമ്മ ഇരിക്കുമായിരുന്നു. അപ്പം ഏതൊരു ധ്യാനത്തിൽ പോയപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് ദൈവത്തിന് ഒരു സ്വരം കേട്ടു, ഞാൻ നിനക്ക് നീ ചോദിച്ചു പോലെ ഇത്തരം മക്കൾ തന്നു, ഇനി നിനക്ക് ഇനി മക്കൾ തരണമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ മക്കള് ദൈവത്തിന്റെ ദാനമാണ്. എല്ലാവർക്കും മക്കളുണ്ടാവണമെന്നില്ല, പക്ഷെ ഈ തരുന്നവർ നമ്മൾ അത് സ്വീകരിക്കണം. അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്നൊരു പോകുന്നത് ഇത് എല്ലാം ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് ആണല്ലോ. അപ്പം അങ്ങനെ ഷി വാസ് ഓപ്പൺ ടു മോർ ലൈഫ്, മോർ ചിൽഡ്രൻ. അപ്പം സോ അങ്ങനെ ഞങ്ങളുടെ 5ാമത്തെ വെച്ചായിട്ട് അമ്മ പ്രഗ്നന്റ് ആയി. ആൻഡ് ഹീസ് അപ്പൊ അത് അമ്മയ്ക്ക് 40 വയസ്സ് കഴിഞ്ഞു. അപ്പൊ 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ അവർ പറയും കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, പിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നോർമൽ ആവണമെന്നില്ല. ഇതൊക്കെ പറഞ്ഞ് അമ്മനെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഇല്ല, കുഴപ്പമില്ല, ദൈവത്തിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ലൂക്ക 1:35-37 ദൈവത്തിന് സാധ്യമായി ഒന്നുമില്ല. സോ ഇത് അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസം, ഈശ്വര ചെയ്ത് നടത്തി തന്നോളൂന്ന്. അപ്പൊ അങ്ങനെ വിശ്വസിച്ച് ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും അമ്മ ഒരു കെയറില്ല. ഡോക്ടർമാർ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യണം, ഇത് പ്രശ്നമായിരിക്കും, കൊച്ചിങ്ങനെ നോർമൽ ആവത്തില്ല, ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് ഇത് ഈശ്വർ കൊച്ചിന് തരും, ഈശ്വർ നോക്കിക്കോളും എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് 41 വയസ്സായപ്പോൾ തിയോ ഞങ്ങളുടെ 5ാമത്തെ കൊച്ച് ഉണ്ടായി. അത് പോയി. അത് സോജേച്ചിനിട്ട പേരാണ്. ഞങ്ങളിങ്ങനെ ഷാകൂട്ടി ഇങ്ങനെ പോവായിരുന്നു. പിന്നെ സോജേച്ചിയുടെ വിശുദ്ധന്റെ ഒരു പേര് നിന്ന് അങ്ങനെ പിയോ ഞാൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ പാതരപ്പിയോടെ കുറിച്ച് തന്നെ അറിയുന്നത്, വിശുദ്ധ പാതരപ്പിയോ. അപ്പം അവനെ ശരിക്കും ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവനൊരു വ്യത്യാസമുണ്ട്. അവന് ശരിക്കും ദൈവം നല്ലൊരു കൊച്ച് പോലെ ഒരു ഭയങ്കര ക്വയറ്റ് ഒതുങ്ങിയിരിക്കുന്ന ഒരു കൊച്ച് ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കാമ്പായിട്ട് അങ്ങനെ ഒരു നല്ല. പിന്നെ അമ്മയ്ക്ക് 2 മിസ്കാരേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 6ാമത്തത് കൊണ്ട് പ്രഗ്നന്റ് ആയി. അപ്പം അപ്പോഴത്തേക്കും അമ്മയ്ക്ക് 45 വയസ്സായി. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഡോക്ടർമാര് സ്ട്രോങ് പറയുന്ന ഇത് പോകേണ്ട സേഫ് അല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ ജീവിതം ബി ഇൻ ഡേഞ്ചർ എന്നൊക്കെ പറയുന്നു. ബട്ട് സ്റ്റിൽ ഷി വാസ് സ്ട്രോങ്. ആൻഡ് അങ്ങനെ ഞങ്ങൾ 6ാമത്തെ വെച്ച് ഉണ്ടായി. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് 45 വയസ്സ് കഴിഞ്ഞു. ആൻഡ് ഹിസ് നെയിം ഇസ് ഡൊമിനിക്. അപ്പൊ മാതാവിനെ പൂർണ്ണമായി സമർപ്പിച്ചിട്ട് ആ കൊച്ചിനെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് 6 മക്കള്. അതുപോലെ ഞങ്ങൾ 6 മക്കള് ഞങ്ങൾ എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും. അപ്പം എൻ്റെ പപ്പ ഫുൾ ടൈം വരാം. സോജേച്ചിനോടെ അവിടെ UK ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോഴും അവിടെ 14 വർഷമായിട്ട് ഫുൾ ടൈം ഒരു ജോലി ഉപേക്ഷിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. അതിനാണ് നടക്കുന്നത്. അപ്പൊ അമ്മ മാത്രം ജോലി ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ഇത്ര 6 മക്കളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സ്പെഷ്യലി UK ലിവിങ് എക്സ്പെൻസസ് ഭയങ്കര കൂടുതലാണ്. ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, ഇതൊക്കെ എല്ലാം പൈസ കയറിയിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. അപ്പൊ ജസ്റ്റ് ഒരാളുടെ പൈസ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും നടക്കത്തില്ല. ബട്ട് അപ്പോൾ ഒരു തവണ ഞങ്ങൾ കുഞ്ഞായിരുന്നു. അപ്പം എൻ്റെ ഇരട്ടകളൊക്കെ കുഞ്ഞായപ്പം മൈ ട്വിൻ ബ്രദേഴ്സ്. അപ്പം അവര് കുഞ്ഞായപ്പം ഒരു സമയത്ത് അമ്മയോട് പോയി ചോദിച്ചു, അമ്മ നമുക്ക് പാല് വേണമെന്ന്. അപ്പോൾ പാല് ചോദിച്ചപ്പം അമ്മ നോക്കി ഫ്രിഡ്ജിൽ തുറന്ന് നോക്കിയപ്പം കർട്ടൻ പാൽ അങ്ങനെ അവിടെ വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് നോക്കിയപ്പം പാലില്ല. അപ്പോൾ എന്നാൽ മേടിക്കാമെന്ന് നോക്കുമ്പോൾ കയ്യില് പാല് മേടിക്കാൻ പോലും ഞങ്ങൾക്ക് പൈസ ഇല്ലായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ അന്ന് അപ്പോൾ ഒരു പൗണ്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ അതൊക്കെ പൈസ ഇല്ലായിരുന്നു. പക്ഷെ അമ്മ വിശ്വസിച്ച് പറഞ്ഞു ഈശോ പ്രൊവൈഡ് ചെയ്യുന്നു, ദൈവം തരും. അമ്മമാർക്ക് മക്കളോട് നോ എന്ന് പറയുമ്പോൾ വിഷമമുണ്ടല്ലോ. പക്ഷെ അമ്മ പറഞ്ഞു ഈശോ തന്നോളുന്നത്. പിന്നെ നമ്മള് ജനസിസ് chapter 22 verses 8. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 28 ഏബ്രഹാം ബലിയർപ്പിക്കാൻ പോയി പറഞ്ഞു God will provide the lamb. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ
അപ്പം അമ്മ പറഞ്ഞു ഈശോ തന്നോളും, ഈശോ പ്രൊവൈഡ് ചെയ്ത് തന്നോളും എന്ന് പറഞ്ഞ് കൊച്ചിനോട് പറഞ്ഞ് അവനവൻ്റെ വഴി പോയി. അപ്പം ആരോടും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല. പക്ഷെ ആ നിമിഷം പെട്ടെന്ന് ഒരു ചേട്ടൻ, ഒരു പഞ്ചാബി ചേട്ടൻ, ഞങ്ങളുടെ അടുത്തുള്ള ചേട്ടൻ വന്ന് ഒരു ടാക്സി വണ്ടി നിറച്ച് പാലും ബ്രെഡും മുട്ടയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളായിട്ട് വന്ന് ഞങ്ങൾക്ക് തന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക. അതായത് കുട്ടികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു പരിശീലനമാണ്. കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു, പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അമ്മ വിശ്വാസത്തോടെ പറയുകയാണ്, ദൈവം തരും, ദൈവം നമുക്ക് തരും. അങ്ങനെ പറഞ്ഞ് തീർന്നില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കോളിംഗ് ബെൽ അടിച്ചു. ഒരു വാല് തുറക്കുമ്പോൾ കാണുന്നത് ഒരു പഞ്ചാബി ചേട്ടൻ 2 വലിയ ബിഗ് ഷോപ്പർ നിറച്ച് പാലും മുട്ടയും ബ്രെഡും എല്ലാം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിള്ളേരിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാല് വന്ന് ഏത് പറഞ്ഞ് ഓടിപ്പോയി പാലെടുത്ത് കുടിച്ചു. ട്വിൻസ് അറിയതേ അമ്മേന്റെ പാലൊന്നും ഓടിപ്പോയി അവർക്ക് സന്തോഷമായിട്ട്. പിന്നെ നമ്മള് മത്തായി സൂക്ഷിച്ച് മത്തായില് 6:8 നമ്മൾ കാണുന്നുണ്ട്, for your father knows what you need before you ask him. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. വലിയ കുടുംബം ഒരു ഗുണം ഇതാണ്, പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ കൂടുതൽ പഠിക്കും. ദൈവത്തിൻ്റെ ഒരു പ്രൊവിഡൻസ് ഉണ്ട്. ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നവനാണ്. ദൈവ പരിപാലന ആശ്രയം. എല്ലാ മക്കൾക്കും ഓരോ മുറി കൊടുക്കാൻ കാണിയല്ല, എല്ലാവർക്കും ഓരോ ഐപാഡോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണൊന്നും മേടിച്ച പൈസ കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ പരസ്പരം ഷെയർ ചെയ്യും. ഓരോരുത്തർക്കും ഓരോ സിംഗിൾ മുറി കൊടുത്താൽ ചിലപ്പോൾ പറ്റിയല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇവര് ഒരു സ്നേഹത്തോടു കൂടി കിടക്കും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ അല്ലേ, ഒരു മൂത്ത കൊച്ചിന്റെ ഡ്രസ്സ് ഇളയ കൊച്ചിന് കൊടുക്കുക. അങ്ങനത്തെ ഒരു വിശുദ്ധ സംസ്കാരം നമ്മുടെ ദേശത്തുണ്ടായിരുന്നു. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ എന്താ വെച്ചാൽ അതിലൊരു ഒരു കൂട്ടായ്മ, ഷെയറിങ്, സ്നേഹബന്ധം. അതുപോലെ മൂത്ത കുട്ടികള് വലിയ പെട്ടെന്ന് മെച്ചോർഡാവും, നല്ല പക്വതയാവും. ഞാൻ അവരുടെ വീട്ടിലിവിടെ പിന്നെ പ്രാർത്ഥിക്കാനോ ഭക്ഷണത്തിനൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ച, ഈ മൂത്ത കുട്ടികളാണ് എല്ലാത്തിങ്ങളെ നോക്കുന്നു, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ നാപ്പി മാറ്റുന്നു, അവരെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ വലിയൊരു ഒരു 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 പക്വതയിലേക്ക് മക്കൾ പെട്ടെന്ന് പ്രവേശിക്കും. പറഞ്ഞ അതുപോലെ ദൈവവിശ്വാസത്തിലേക്ക് പ്രവേശിക്കും. ദൈവ ശുശ്രൂഷയോട് ഭയങ്കര ഒരു താല്പര്യം ഈശോ കൊടുക്കുകയാണ്. സന്തോഷത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. സന്തോഷത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഏത് രാജ്യത്താണേലും ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ മധ്യത്തിൽ ഹൃദയത്തിലൊരു ഒരു സ്നേഹമാണ്. ദൈവമേ ഒന്ന് തരുന്ന മക്കൾ ഏറ്റവും വലിയ ഗിഫ്റ്റാണുള്ള കുഞ്ഞുങ്ങൾ. അത് വലിയൊരു പ്രത്യാശയാണ്. ഈ കുഞ്ഞുങ്ങള് ദൈവ ശുശ്രൂഷ ചെയ്യുക, അതിൽ സന്തോഷിക്കുക. ബാക്കി ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അതൊക്കെ ദൈവത്തിന്റെ സമയത്ത് ദൈവം കൂട്ടിച്ചേർക്കും. ഇപ്പൊ മൂത്തോൾക്ക് ജോലിയായി, ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ ഷാളിറ്റ് അവർക്ക് ജോലിയാകും. അതുപോലെ അമ്മയ്ക്ക് അമ്മയുടെ ജോലി ശരിയായില്ല, അമ്മ കേരളമായിട്ട് പോയതാണ്. അമ്മയ്ക്ക് നല്ലൊരു ജോലി, ഇപ്പോൾ അവിടുത്തെ നേഴ്സായിട്ട് ദൈവം ജോലി കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീട് പണിക്കാനുള്ള പൈസ എല്ലാം ദൈവം റെഡിയാക്കി കൊടുത്തതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പൊ ദൈവത്തിന്റെ സമയത്ത് അത്രയും കാലം കുറച്ച് കഷ്ടതയിലൂടെ ഞെരുക്കത്തിലൂടെ ഒക്കെ മക്കൾ പോകണം. എന്നാലാണ് മക്കൾക്ക് കഷ്ടപ്പാട് എന്താണ്, ഞെരുക്കം എന്താണ്, ബുദ്ധിമുട്ട് എന്താണ്, പൈസയുടെ വിലയൊക്കെ അറിയത്തുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ കുട്ടികൾ ഫുഡ് വേസ്റ്റ് ചെയ്യത്തില്ല, ഒരുപാട് ഡിമാൻഡ് വെക്കത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഇവര് പരസ്പരം ഷെയർ ചെയ്യും, ഷെയറിങ് വർദ്ധിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവഭക്തിയിൽ യേശയ്യ 33:6 ഒരു വചനമുണ്ട്. യേശയ്യ 33:6 ശക്തമായൊരു വചനമാണ്. യേശയ്യ ചാപ്റ്റർ 33:6. അവിടെ നിന്നാണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ്. രക്ഷയുടെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. ബൈബിൾ പറയാണ്, അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. എന്ന് വെച്ച് അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തി. അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കൃഷികള്. അപ്പൊ ഇപ്പോ പണ്ടത്തെ കളിയാക്കിയ ആന്റിമാർക്ക് പറയാണ്, പണ്ട് എന്റെ മമ്മീനെ കളിയാക്കിയ ആന്റിമാർ ഇപ്പൊ വീട്ടിൽ വരുമ്പോ പറയടി റോസി, നിന്റെ ഒരു ഭാഗ്യം, ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല, 2 ചക്കന്മാർ, ഒരുത്തൻ ഓസ്ട്രേലിയയിൽ പോയി മറ്റേ കാനഡയിലേക്ക് പോയി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്തോട് നോക്കിയിരിക്കാൻ, കെട്ടിയോളും ഇടയ്ക്ക് വഴക്കുണ്ടാക്കും, വേറെ പരിപാടിയൊന്നുമില്ല, വലിയ വീടൊക്കെയാണ്. പക്ഷെ നിന്റെ ഭാഗ്യം, നിന്റെ വീട്ടിൽ ഇപ്പോഴും 3-4 പേരുണ്ട്. ഒരാൾ 2 പേര് പഠിക്കാൻ പോയി, ഒരാൾ കന്യാസ്ത്രീയെ, ഒരാൾ പഠിക്കാൻ പോയി, ഒരാൾക്ക് ജോലി കിട്ടിയെങ്കിലും 3 പേര് വീട്ടിലുണ്ട്. അപ്പോൾ നിനക്ക് പിള്ളേരെ പൊടി ഈശോ വന്നപ്പോൾ ജീവൻ ഉണ്ടായതുപോലെ തന്നെയാണ് ഈശോ തരുന്ന അത്രയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക. 5, 6, 8, 10, 12, 15 ആയിരിക്കാം. ദൈവം തരുന്ന അത്രയും മക്കളെ സ്വീകരിക്കാനുള്ള ഒരു ഹൃദയം തുറവി നമുക്കുണ്ടായിരിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ.